എൻ്റെ പേര് സജീവ്. എനിക്ക് അന്ന് 35 വയസ്സായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പോസ്റ്റ്മാനായി ജോലി ചെയ്യുകയാണ്. ഒരു പോസ്റ്റ്മാൻ്റെ ജോലി പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. രാവിലെ ഓഫീസിലെത്തുക, കത്തുകളും പാർസലുകളും സോർട്ട് ചെയ്യുക, പിന്നെ അഡ്രസ്സ് അനുസരിച്ച് ഓരോ ഭാഗവും വേർതിരിക്കുക, പിന്നെ ബൈക്കിൽ കയറി വീടുകളിലേക്ക് പോവുക. പക്ഷേ ഞങ്ങളുടെ ജോലി അങ്ങനെ മാത്രമായിരുന്നില്ല. ഒരു പ്രദേശത്ത് വർഷങ്ങളോളം കത്തുകൾ വിതരണം ചെയ്താൽ അവിടെയുള്ള ഓരോ വീടും നമുക്ക് പരിചിതമാകും. ആ വീട്ടിൽ ആരാണ് ജോലി ചെയ്യുന്നതെന്നും ആരാണ് ഗൾഫിലെന്നും, അവരുടെ മക്കളുടെ വിവാഹമാണ്, ആരുടെ പെൻഷൻ വന്നിട്ടുണ്ട്, ആരെയാണ് ദിവസവും കാത്തിരിക്കുന്നത്. ഇതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകും. എൻ്റെ റൂട്ടിലും അങ്ങനെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു വീട് മാത്രം. ആ വീട്ടിലേക്ക് കത്ത് കൊടുക്കാൻ തുടങ്ങിയ ദിവസം മുതൽ തന്നെ എനിക്കൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആ വീട് കുന്നിൻ പുറത്തെ ഒരു പഴയ തറവാട് വീടായിരുന്നു. പ്രധാന റോഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക്. റോഡ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇടതുവശത്തേക്ക് പോകുന്നൊരു ചെറിയ വഴി. ആ വഴിയുടെ അവസാനം വലിയൊരു ഇരുമ്പ് ഗേറ്റും. ഗേറ്റിനകത്ത് പഴയ ഓടിട്ട വീട്. ചുറ്റും കാട് പിടിച്ചതുപോലെയുള്ള വളർന്ന മരങ്ങളും വള്ളികളും. വീടിൻ്റെ മുൻവശത്ത് ഒരു വലിയ മാവും ഉണ്ടായിരുന്നു. ആദ്യമായി ആ വീട്ടിലേക്ക് പോയത് ഒരു തിങ്കളാഴ്ചയാണ്. അന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2 മണി. എൻ്റെ ബാഗിൽ കുറച്ച് കത്തുകളും ഒരു രജിസ്റ്റേർഡ് പോസ്റ്റും ഉണ്ടായിരുന്നു. അതിലൊന്ന് ആ വീട്ടിലേക്കുള്ളതാണ്. അഡ്രസ്സ് നോക്കി ഞാൻ ബൈക്ക് നിർത്തി. ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പൂട്ടിയിരുന്നില്ല. ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഹലോ, ഞാൻ വിളിച്ചു. മറുപടി ഒന്നുമില്ല. വീണ്ടും വിളിച്ചു. ഒരു പോസ്റ്റുണ്ട്. അപ്പോഴാണ് വീടിൻ്റെ അകത്തു നിന്ന് ഒരു പുരുഷൻ്റെ ശബ്ദം കേട്ടത്. വരൂ. ഞാനൊന്ന് നിന്നു, പിന്നെ മുന്നോട്ടേക്ക് നടന്നു. വീടിൻ്റെ വരാന്തയിൽ ഏകദേശം 60 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. വെള്ള ഷർട്ടും മുണ്ടും, കയ്യിൽ ഒരു പഴയ പത്രം. ആരാ? അയാൾ ചോദിച്ചു. പോസ്റ്റ്മാനാണ്. ഞാൻ കത്ത് നീട്ടി. അയാൾ ആ കത്ത് വാങ്ങി. എൻ്റെ പേരിലാണ്. അതെ. അയാൾ ആ എൻവലപ്പ് നോക്കി, പിന്നെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണല്ലേ? അതെ. മുമ്പ് വന്നിരുന്ന ആളെന്തേ? അദ്ദേഹം മറ്റൊരു റൂട്ടിലേക്ക് പോയി. ആണോ? അയാൾ വീണ്ടും കത്തിലേക്ക് തന്നെ നോക്കി. നാളെ വീണ്ടും വരണം. ഞാൻ ചിരിച്ചു. എന്തിനാ? ഒരു കത്ത് കൂടി വരാനുണ്ട്. ശരി. ഞാൻ തിരിഞ്ഞു നടന്നു. ഗേറ്റിനടുത്തെത്തിയപ്പോൾ എന്തോ ഓർത്ത് ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി. അയാളിപ്പോഴും വരാന്തയിൽ തന്നെ ഇരിക്കുകയായിരുന്നു, എന്നെ നോക്കിക്കൊണ്ട്. ഞാൻ കൈ ഉയർത്തി കാണിച്ചു. അയാളും കൈ ഉയർത്തി. അന്ന് അതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ ഞാൻ ആ വീടിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. പക്ഷേ ഉച്ചയ്ക്ക് സോർട്ട് ചെയ്ത കത്തുകളുടെ കൂട്ടത്തിൽ അതേ വീടിൻ്റെ അഡ്രസ്സ് വീണ്ടും കണ്ടു. ഒരു സാധാരണ കത്ത്. ഞാനത് ബാഗിൽ വെച്ചു. വൈകുന്നേരം റൂട്ടിലൂടെ പോകുമ്പോൾ ആ വീട്ടിലേക്ക് കയറണമെന്നത് ഓർമ്മ വന്നു. അന്ന് മഴക്കാലമായിരുന്നു. ആകാശം മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ബൈക്ക് ഗേറ്റിന് പുറത്ത് നിർത്തി. ഗേറ്റ് ഇന്നും തുറന്നു തന്നെ. അകത്തേക്ക് കയറി. പോസ്റ്റ്. ഞാൻ വിളിച്ചു പറഞ്ഞു. വീണ്ടും അതേ ശബ്ദം. അകത്തേക്ക് വരൂ. ഞാൻ വരാന്തയിലേക്ക് ചെന്നു. ഇന്നലെ കണ്ട അതേ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കത്ത് വന്നിട്ടുണ്ട്. ഞാൻ കത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളത് വാങ്ങി. നാളെ വരണം. അയാൾ വീണ്ടും അതേ വാക്ക് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ഇനി എല്ലാ ദിവസവും കത്ത് വരുമെന്നാണോ? അയാളൊന്നും പറഞ്ഞില്ല. വെറുതെ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിറങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ വീട്ടിലേക്ക് ദിവസവും ഒരു കത്ത് വരാൻ തുടങ്ങി. ചിലത് ബാങ്കിൽ നിന്ന്,
ചിലത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും, ഒന്ന് ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റൊന്ന് രജിസ്റ്റേർഡ് ലെറ്റർ. എല്ലാ ദിവസവും ഞാൻ പോകും. എല്ലാ ദിവസവും ആ മനുഷ്യൻ ആ വരാന്തയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. എല്ലാ ദിവസവും അയാൾ കത്തും വാങ്ങും. പക്ഷേ ഒരു കാര്യം എന്നെ പതുക്കെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും അയാളെ വീട്ടിനുള്ളിൽ നിന്ന് കണ്ടിട്ടില്ല. എപ്പോഴും വരാന്തയിൽ മാത്രം. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഇവിടെ വേറെ ആരുമില്ലേ? അയാൾ കുറച്ചു നേരം എന്നെ നോക്കി. ഇല്ല. ഒറ്റക്കാണോ താമസം? അതെ. ഭാര്യയോ? അയാളൊന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, അവൾ പോയിട്ട് കുറേ വർഷമായി. ഞാൻ അതിനുശേഷം ഒന്നും ചോദിച്ചില്ല. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങാൻ വൈകി. ആ ദിവസം എൻ്റെ റൂട്ടിൽ അവസാനമായി പോകേണ്ടത് അതേ വീടായിരുന്നു. സമയം ഏകദേശം 6:20. സാധാരണ ഞാൻ ആ വീട്ടിലെത്തുമ്പോൾ പകൽ വെളിച്ചമായിരിക്കും. പക്ഷേ അന്ന് ആകാശം പെട്ടെന്ന് ഇരുണ്ടിരുന്നു. മഴ വരുമെന്ന് തോന്നി. എൻ്റെ ബാഗിൽ ആ വീട്ടിലേക്കുള്ള ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ടായിരുന്നു. ഇത് കൊടുത്തിട്ട് പോകാം. ഞാൻ ബൈക്കെടുത്ത് ആ വഴിയിലേക്ക് തിരിച്ചു. പ്രധാന റോഡിൽ നിന്ന് ആ ചെറിയ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വ്യത്യാസം തോന്നി. സാധാരണ ആ വഴിയിൽ 2-3 വീടുകളിൽ നിന്ന് ആളുകളുടെ ശബ്ദം കേൾക്കാറുണ്ട്. അതൊന്നുമില്ല. വളരെ നിശബ്ദം. എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ്റെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഞാൻ ഗേറ്റിന് മുന്നിലെത്തി. ഗേറ്റ് തുറന്നു കിടക്കുന്നു. ബൈക്ക് അകത്ത് കയറ്റി വരാന്തയിലേക്ക് നടന്നു. പോസ്റ്റ് ഞാൻ വിളിച്ചു. ഒരു മറുപടിയുമില്ല. ഞാൻ വീണ്ടും വിളിച്ചു. ഒരു പോസ്റ്റുണ്ട്. അപ്പോഴാണ് അകത്ത് നിന്ന് ആ ശബ്ദം വന്നത്. പക്ഷേ ഇത്തവണ ആ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. അകത്തേക്ക് വാ. ഞാൻ അവിടെ തന്നെ നിന്നു. ആദ്യമായാണ് അയാൾ എന്നോട് അകത്തേക്ക് വരാൻ പറയുന്നത്. ഞാൻ വാതിലിലേക്ക് നോക്കി. വാതിൽ പകുതി തുറന്നിരുന്നു. അകത്ത് നല്ല ഇരുട്ട്. കത്ത് ഇവിടെ തരാം, ഞാൻ പറഞ്ഞു. മറുപടി ഒന്നുമില്ല. വീണ്ടും അതേ ശബ്ദം. അകത്തേക്ക് വാ. എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. ഞാനൊരു ചുവട് മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് എൻ്റെ ബാഗിനുള്ളിലെ രജിസ്റ്റേർഡ് ലെറ്റർ താഴേക്ക് വീണത്. ഞാനതെടുക്കാനൊന്ന് കുനിഞ്ഞു. എൻവലപ്പിൽ എഴുതിയിരുന്ന പേര് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാനത് വായിച്ചു. മാധവൻ നായർ. ഞാൻ പതുക്കെ തല ഉയർത്തി അകത്തേക്ക് നോക്കി. മാധവൻ നായരാണോ? അകത്ത് നിന്ന് മറുപടി വന്നു. അതെ. ഞാൻ കത്ത് കയ്യിൽ പിടിച്ച് അകത്തേക്കൊരു ചുവട് കൂടി വെച്ചു. അപ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പഴയ മതിൽ ക്ലോക്കിൻ്റെ ശബ്ദം കേട്ടത്. ഞാൻ ചുറ്റും നോക്കി. വീടിൻ്റെ അകത്ത് വർഷങ്ങളായി ആരും താമസിക്കാത്തതുപോലെ തോന്നി. പൊടി പിടിച്ച ഫർണിച്ചർ, ചിലന്തി വല, ചുമരിൽ പഴയ ഫോട്ടോകളും. പക്ഷേ വരാന്തയിൽ ഞാൻ ദിവസവും കാണുന്ന ആ മനുഷ്യൻ എവിടെയുമില്ല. മാധവൻ നായരെ ഞാൻ വീണ്ടും വിളിച്ചു. മറുപടിയില്ല. ഞാൻ കയ്യിലെ കത്ത് നോക്കി. പിന്നെ പതുക്കെ പിന്നിലേക്ക് മാറി. അപ്പോഴാണ് എൻ്റെ കണ്ണ് ചുമരിൽ തൂക്കിയിരുന്ന ഒരു പഴയ ഫോട്ടോയിൽ പതിച്ചത്. ഫോട്ടോക്ക് താഴെ ഒരു ചെറിയ മാല. ഫോട്ടോയിലുള്ള മനുഷ്യൻ്റെ മുഖം കണ്ടപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്ത് നിലത്തേക്ക് വീണു. കാരണം ഫോട്ടോയിലുണ്ടായിരുന്ന മനുഷ്യൻ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ ദിവസവും കത്ത് കൊടുത്തിരുന്ന അതേ മനുഷ്യനായിരുന്നു. ഫോട്ടോയിൽ നോക്കി ഞാൻ കുറച്ച് സമയം അനങ്ങാതെ നിന്നു. അത് അതേ മുഖം തന്നെയായിരുന്നു. അതേ വെള്ള ഷർട്ട്, അതേ ചെറിയ ചിരി, അതേ കണ്ണുകൾ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ ദിവസവും വരാന്തയിൽ കണ്ടിരുന്ന അതേ മനുഷ്യൻ. എൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. ഫോട്ടോയുടെ താഴെ ഒരു ചെറിയ തടി ഫ്രെയിം ഉണ്ടായിരുന്നു. അതിലൊരു തീയതി എഴുതിയിരുന്നു. 2018/2022. ഞാൻ വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി. 2022. 4 വർഷം മുമ്പ് മരിച്ച ഒരാൾ. പക്ഷേ
കഴിഞ്ഞ 7 ദിവസമായി ഞാൻ അയാളോടാണ് സംസാരിച്ചത്. അയാളുടെ കയ്യിലാണ് ഞാൻ കത്തുകൾ കൊടുത്തത്. അയാളാണ് എന്നോട് ഓരോ ദിവസവും നാളെ വീണ്ടും വരണം എന്ന് പറഞ്ഞത്. എൻ്റെ തൊണ്ട വരണ്ടുപോയി. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. ഒരു കസേര വലിക്കുന്ന ശബ്ദം. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. ആരാ? മറുപടിയില്ല. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ പേര് വിളിച്ചു. ഞാൻ ഞെട്ടി. അത് എൻ്റെ പേരായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ഇതുവരെ എന്നെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഞാൻ പിന്നോട്ട് നീങ്ങി. ആരാ? അകത്ത് നിന്ന് ശബ്ദം വീണ്ടും വന്നു. കത്ത്. എൻ്റെ കണ്ണ് വീണ്ടും നിലത്ത് കിടന്നിരുന്ന രജിസ്റ്റേർഡ് ലെറ്ററിലേക്ക് പോയി. ഞാനതെടുക്കാൻ കുനിഞ്ഞു. അപ്പോഴാണ് എൻവലപ്പിൻ്റെ പുറകിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. സെൻറ്റർ അഡ്രസ്. ഒരു പഴയ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളുടെ ടൗണിൽ തന്നെയുള്ള ഒരു വിലാസം. പക്ഷേ അതിനേക്കാൾ ഭയപ്പെടുത്തിയത് ആ കത്തിൻ്റെ തീയതി. അത് ഇന്നത്തെ തീയതിയല്ല, 5 വർഷം മുന്നത്തെ തീയതിയായിരുന്നു. ഞാൻ കുറച്ചു നിമിഷം എൻവലപ്പ് നോക്കി നിന്നു. ഇത് എങ്ങനെ? എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ പോലും പുറത്തു വന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് വീട്ടിലെ വാതിൽ ശക്തമായി അടഞ്ഞത്. ഞാൻ ഞെട്ടി. പിന്നെ ഓടിക്കൊണ്ട് വരാന്തയിലേക്ക് വന്നു. ഗേറ്റ് വരെ എത്തുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി. ഞാൻ പിന്നോട്ട് നോക്കിയില്ല. ബൈക്കിൽ കയറി നേരെ മെയിൻ റോഡിലേക്ക് പോയി. അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. മഴയിലൊക്കെ പോയതാണോ? അതെ. ഞാൻ മുറിയിലേക്ക് പോയി വാതിലടച്ചു. കുറച്ച് സമയം കിടക്കയിൽ തന്നെ ഇരുന്നു. പിന്നെ എൻ്റെ ഫോൺ എടുത്ത് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് പോകാതിരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ജോലി അങ്ങനെയല്ല. പോസ്റ്റ് ഓഫീസിൽ വന്ന കത്ത് ഞാൻ കൊടുക്കാതെ വെക്കാൻ പറ്റില്ല. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ആ റൂട്ടിൻ്റെ മെയിൽ പരിശോധിക്കുകയായിരുന്നു. ആ വീടിൻ്റെ അഡ്രസ്സ് നോക്കി. ഒരു കത്ത് പോലുമില്ല. ഞാൻ കുറച്ച് ആശ്വാസപ്പെട്ടു. ഇന്ന് പോകേണ്ടി വരില്ല. പക്ഷേ ഉച്ചയോടൊരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നു. അത് അതേ വീടിൻ്റെ അഡ്രസ്സായിരുന്നു. ഞാൻ എൻവലപ്പ് കയ്യിലെടുത്തു. ഇത്തവണ സെൻട്രൽ അഡ്രസ് ഇല്ല. പേര് മാത്രം, മാധവൻ നായർ. ഞാൻ ഉടനെ സൂപ്പർവൈസറിൻ്റെ അടുത്തേക്ക് പോയി. സാർ, ഈ അഡ്രസ്സിലേക്ക് ഇപ്പോഴും മെയിൽ വരാറുണ്ടോ? അദ്ദേഹം ആ എൻവലപ്പ് ഒന്ന് നോക്കി. ഏത് അഡ്രസ്സ്? ഞാൻ വീട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കുറച്ചു നേരം ചിന്തിച്ചു. ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ലല്ലോ. എൻ്റെ ശരീരമൊന്ന് മരവിച്ചു. ആരുമില്ലേ? ഇല്ല. മാധവൻ നായരോ? അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായില്ലേ? ഞാനൊന്നും പറയാതെ നിന്നു. സാർ എന്നെ നോക്കി. എന്തു പറ്റി? ഞാൻ തല കുലുക്കി. ഒന്നുമില്ല സാർ. അവിടെ നിന്ന് ഞാൻ മാറി. ലഞ്ച് ബ്രേക്കിൽ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജയപ്രകാശിനോട് കാര്യം പറഞ്ഞു. അവൻ കുറച്ചു നേരം എന്നെ നോക്കി. നിനക്കുറപ്പാണോ? എന്ത്? നീ കണ്ടത് ആ മനുഷ്യനെ തന്നെയാണെന്ന്? ഞാൻ ആ 7 ദിവസം കണ്ടതാണ്. സംസാരിച്ചോ? അത് സംസാരിച്ചു. കത്ത് കൊടുത്തോ? എല്ലാ ദിവസവും. അവൻ കുറച്ച് സമയം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, നമുക്ക് ആ വീട്ടിലൊന്ന് പോകാം. ഇപ്പോഴോ? അതെ, പകൽ സമയത്ത് പോകാം. അന്ന് വൈകുന്നേരം ഞങ്ങൾ 2 പേരും ബൈക്കിൽ ആ വീട്ടിലേക്ക് പോയി. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. ഞാൻ ബൈക്ക് നിർത്തി. ജയപ്രകാശൻ എന്നെ നോക്കി. ഇതാണോ വീട്? അതെ. അവൻ ഗേറ്റ് തുറന്നു. ഞങ്ങൾ അകത്തേക്ക് നടന്നു. വരാന്തയിലെത്തിയപ്പോൾ ഞാൻ നിശ്ചലമായി. അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. അതേ കസേര. ഞാൻ ദിവസവും മാധവൻ നായർ ഇരിക്കുന്നത് കണ്ടിരുന്ന അതേ കസേര. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കട്ടിയുള്ള പൊടി. ജയപ്രകാശൻ കസേരയിൽ വിരൽ കൊണ്ടൊന്ന് തൊട്ടു. പൊടി വിരലിൽ ഒട്ടിയെത്തി. ഇവിടെ ആരും ഇരിക്കാറില്ല. ഞാനൊന്നും പറഞ്ഞില്ല. വാതിലടഞ്ഞിരുന്നു. ജയപ്രകാശൻ അത് തുറന്നു. അകത്ത് കയറിയപ്പോൾ ഒരു പഴയ മണം. അടച്ചിട്ട ഒരു വീടിൻ്റെ മണം.
പൊടി, പഴയ മരത്തിൻ്റെ മണം, ചുമരുകളിൽ പഴയ ഫോട്ടോകളും. കഴിഞ്ഞ ദിവസം ഫോട്ടോ വീണ്ടും നോക്കി. മാധവൻ നായർ. താഴെ അതേ തീയതി 2018/2022. ജയപ്രകാശൻ ഫോട്ടോ നോക്കി. ഇതാണ്. ഞാൻ തലകുലുക്കി പറഞ്ഞു. അവൻ എന്നെ നോക്കി. സജീവ്, എന്താ? നീ പറയുന്നത് ശരിയാണെങ്കിൽ. അവൻ വാക്ക് പൂർത്തിയാക്കിയില്ല. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സജീവ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു. ശബ്ദം വളരെ വ്യക്തമായിരുന്നു. എൻ്റെ പേരാണ് വിളിച്ചത്. ജയപ്രകാശൻ എൻ്റെ കൈ പിടിച്ചു. പുറത്തേക്ക് പോ. ഞങ്ങൾ ഓടി വരാന്തയിലേക്ക് വന്നു. ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുകളിലെ ജനലിൽ നിന്ന് ഒരാൾ നിൽക്കുന്നത് പോലെ തോന്നി. വെള്ള ഷർട്ട്. ഞാനൊരു നിമിഷം മാത്രം നോക്കി. അടുത്ത നിമിഷം അവിടെ ആരുമില്ല. അന്ന് രാത്രി ജയപ്രകാശൻ എന്നെ വിളിച്ചു. നീ വീട്ടിലെത്തിയോ? അതെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മുടെ പഴയ പോസ്റ്റ്മാൻ ആയിരുന്ന ബാലകൃഷ്ണൻ ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. എന്തിന്? ആ വീടിനെ കുറിച്ച് ചോദിക്കാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ കുറച്ചു നേരം മിണ്ടിയില്ല. അവനൊരു കാര്യം പറഞ്ഞു. എന്ത്? മാധവൻ നായർ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു കത്തിനായി കാത്തിരുന്നിരുന്നു. ഞാൻ മിണ്ടാതെ നിന്നു. എന്ത് കത്ത്? അതറിയില്ല. പിന്നീട് അവൻ മരിച്ചതിന് ശേഷവും ആ വീടിൻ്റെ അഡ്രസ്സിലേക്ക് ഇടയ്ക്കിടെ കത്തുകൾ വന്നിരുന്നു. അതാരാണ് അയച്ചത്? അറിയില്ല. ഞാൻ കുറച്ച് സമയം ഒന്നും പറഞ്ഞില്ല. പിന്നെ ചോദിച്ചു, ഇനി ആ കത്ത് വന്നാൽ എന്തു ചെയ്യും? കൊടുക്കാൻ പോകരുത്. അടുത്ത ദിവസം രാവിലെ പോസ്റ്റ് ഓഫീസിൽ എൻ്റെ മേശപ്പുറത്ത് ഒരു എൻവലപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാനതെടുത്തു. അഡ്രസ്സ് നോക്കി. എൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അതേ വീട്. റിസീവർ മാധവൻ നായർ. സെൻഡർ സജീവ്. ഞാൻ കുറച്ചു സമയം എൻവലപ്പിലേക്ക് തന്നെ നോക്കി നിന്നു. കാരണം ആ കത്ത് ഞാൻ അയച്ചതല്ല. പക്ഷേ സെൻറ്ററിൽ എഴുതിയിരുന്നത് എൻ്റെ സ്വന്തം പേരായിരുന്നു. ആ എൻവലപ്പ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴാൻ പോലും ഞാൻ അനുവദിച്ചില്ല. അത് മേശപ്പുറത്ത് വെച്ചു. വീണ്ടും എടുത്തു. സെൻറ്റർ അഡ്രസ്സ് ഒന്നുമില്ല. പേര് മാത്രം. സജീവ്. റിസീവർ മാധവൻ നായർ. എൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഇതാരാണ് കൊണ്ടുവന്നത്? ഞാൻ അടുത്തിരുന്ന ജീവനക്കാരനോട് ചോദിച്ചു. എന്ത്? ഈ കത്ത്. അവൻ ആ എൻവലപ്പ് നോക്കി. രാവിലെ മെയിൽ ബാഗിൽ ഉണ്ടായിരുന്നു. ഏത് റൂട്ടിൽ നിന്നാണ് വന്നത്? അത് നോക്കിയില്ല. ഞാനുടൻ സോർട്ടിംഗ് സെക്ഷനിലേക്ക് പോയി. ആ ബാഗ് പരിശോധിച്ച ആളോട് ചോദിച്ചു, ഈ എൻവലപ്പ് എവിടെ നിന്നാണ് വന്നത്? അയാൾ രജിസ്റ്റർ നോക്കി. ഇതിന് പ്രോപ്പർ സോർട്ടിംഗ് മാർക്കില്ല. എന്നിട്ട് ഇതിവിടെ എങ്ങനെ എത്തി? അയാൾക്കറിയില്ല. ഞാൻ എൻവലപ്പ് വീണ്ടും നോക്കി. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. എൻവലപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ നനവിൻ്റെ പാടുണ്ടായിരുന്നു. വെള്ളം വീണതുപോലെ. ഞാൻ വിരൽ കൊണ്ടൊന്ന് തൊട്ടു. തണുത്ത വെള്ളം. പക്ഷേ പുറത്തേക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ദിവസം ഞാൻ ആ കത്ത് ഡെലിവറി ചെയ്യാൻ പോയില്ല. സൂപ്പർവൈസറിനോട് വേറെ റൂട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു. പക്ഷേ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ബാഗ് തുറന്നപ്പോൾ ആ എൻവലപ്പ് വീണ്ടും അത് അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടി. ഇതെങ്ങനെ ഇവിടെ വന്നു? രാവിലെ ഞാൻ അത് ഓഫീസിൻ്റെ ഡ്രോയറിലേക്ക് വെച്ചതായിരുന്നു. ഞാൻ ബാഗ് മുഴുവൻ പരിശോധിച്ചു. മറ്റൊരു കത്തുമില്ല. ആ ഒരൊറ്റ എൻവലപ്പ് മാത്രം. ഞാൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും ഭയന്നു. പോസ്റ്റ് ഓഫീസിലേക്ക് തിരിച്ചു പോയി ഡ്രോവർ തുറന്നു. എൻവലപ്പ് അതിനുള്ളിൽ തന്നെ വെച്ചു. ഡ്രോവർ ലോക്കും ചെയ്തു. കീ പോക്കറ്റിലിട്ടു. അന്ന് രാത്രി വീട്ടിൽ പോയി. അടുത്ത ദിവസം രാവിലെ ഓഫീസ് തുറന്നപ്പോൾ ആ ഡ്രോവർ തുറന്നു നോക്കി. എൻവലപ്പ് അവിടെയില്ല. എൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ഇതെന്താണ് ഇങ്ങനെ? ഞാൻ ചുറ്റും നോക്കി. മേശപ്പുറത്ത് ഒരു ചെറിയ വെള്ളത്തുള്ളി, പിന്നെ മറ്റൊന്ന്,
ഡ്രോറിൻ്റെ അടിയിൽ ചെറിയ നനവ്. ആ നനവ് പതുക്കെ ഒരു വരിയായി മാറിയിരുന്നു. അത് ഡ്രോറിൻ്റെ പുറത്തേക്ക്, തറയിലൂടെ എൻ്റെ മേശയുടെ മുന്നിലേക്ക്, അവിടെ നിന്ന് ഓഫീസിൻ്റെ വാതിലിലേക്കായിരുന്നു. ഞാൻ ആ വെള്ളപ്പാടിൻ്റെ പിന്നാലെ നോക്കി നിന്നു. അത് വാതിലിനടുത്തെത്തി അവസാനിച്ചു. അവിടെ ഒരു എൻവലപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അതേ ഒരു എൻവലപ്പ്. ഞാനതെടുത്തു. ഇത്തവണ ഞാനത് തുറക്കാൻ തീരുമാനിച്ചു. എൻവലപ്പ് കീറുമ്പോൾ എൻ്റെ കൈകൾ വിറക്കുകയായിരുന്നു. അകത്ത് ഒരു പഴയ വെള്ള പേപ്പർ. അതിൽ 4 വരികൾ മാത്രം. കത്ത് കിട്ടി. നാളെ വീണ്ടും വരണം. ഇനി അവസാനത്തേത് മാത്രം. മാധവൻ. താഴെ ഒരു തീയതി, 14 ജൂലൈ 2022. ഞാൻ ആ തീയതി കണ്ടപ്പോൾ ശ്വാസം മുട്ടിയതുപോലെ തോന്നി. അത് മാധവൻ നായർ മരിച്ച തീയതിയായിരുന്നു. ഞാൻ ഉടനെ ജയപ്രകാശനെ വിളിച്ചു. നീ ഓഫീസിലേക്ക് വരണം. എന്തുപറ്റി? ആ കത്ത് വീണ്ടും കിട്ടി. എന്ത് കത്ത്? മാധവൻ നായരുടെ. അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഞാൻ വരാം. ജയപ്രകാശൻ എത്തിയപ്പോൾ ഞാൻ കത്ത് കാണിച്ചു. അവനത് വായിച്ചു. ഇതെന്താണ്? എനിക്കറിയില്ല. നീ അത് തുറന്നോ? അതെ. അവൻ കുറച്ചു നേരം ആ കത്ത് നോക്കി. പിന്നെ ചോദിച്ചു, 14 ജൂലൈ അന്ന് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ രണ്ടുപേരും പഴയ റെക്കോർഡ് പരിശോധിക്കാൻ തുടങ്ങി. മാധവൻ നായരുടെ അഡ്രസ്സ് കണ്ടെത്തി. ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ലഭിച്ചു. 14 ജൂലൈ 2022. ഡെത്ത് ടൈം രാത്രി 11:40. ഞാൻ ആ നമ്പർ നോക്കി നിശ്ചലമായി. 11:40. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം വന്നു. ഞാൻ ആദ്യമായി ആ വീട്ടിൽ പോയ ദിവസം സജീവ് എന്നോട് സംസാരിച്ച സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 ആയിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. നാളെ വീണ്ടും വരണം. അതെന്തിനായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം ഞാനൊരു തീരുമാനമെടുത്തു. ആ വീട്ടിലേക്ക് അവസാനമായി ഒന്ന് പോകണം. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്കല്ല, ജയപ്രകാശിനെയും കൂട്ടി. സമയം രാത്രി ആയിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ആ കത്തിലെ തീയതി അതെന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നി. രാത്രി 10:30. ഞങ്ങൾ ബൈക്കിൽ ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. റോഡ് ശൂന്യം. മഴയില്ല. പക്ഷേ കാറ്റ് ശക്തമായിരുന്നു. ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു. ഞാൻ ബൈക്ക് നിർത്തി ജയപ്രകാശനെ നോക്കി. ഇനി അകത്തേക്ക് പോകണോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ആ വരാന്തയിലേക്ക് നടന്നു. വാതിൽ തുറന്നിരുന്നു. അകത്ത് മുഴുവൻ ഇരുട്ട്. ഞാൻ ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്തു. അപ്പോൾ വരാന്തയിലെ കസേരയിൽ ഒരാൾ ഇരിക്കുന്നതായി തോന്നി. വെള്ള ഷർട്ടും മുണ്ടും. തല താഴ്ത്തി. ജയപ്രകാശൻ എൻ്റെ കൈ പിടിച്ചു. അയാളാണോ? ഞാൻ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കുറച്ചുകൂടി അടുത്തേക്ക് നടന്നു. അയാൾ തല ഉയർത്തി. അതേ മുഖം, അതേ ചിരി. മാധവൻ നായർ. അയാൾ ഞങ്ങളെ നോക്കി. പിന്നെ എന്നോട് മാത്രം പറഞ്ഞു, കത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ പുറത്തു വന്നില്ല. ജയപ്രകാശൻ പിന്നോട്ട് മാറി. സജീവേ, പോകാം. പക്ഷേ ഞാൻ അവിടെ തന്നെ നിന്നു. എന്ത് കത്താണ് വേണ്ടത്? മാധവൻ നായർ ഒന്നും പറഞ്ഞില്ല. അയാൾ കൈ നീട്ടി. എൻ്റെ അവസാനത്തെ കത്ത്. എൻ്റെ കയ്യിൽ എൻവലപ്പ് ഞാൻ നോക്കി. അതിലിപ്പോഴും എൻ്റെ പേരായിരുന്നു. ഞാനത് പതുക്കെ അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ ആ എൻവലപ്പ് തുറന്നില്ല. വെറുതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ പറഞ്ഞു, ഇനി നീ വരണ്ട. ഞാൻ ഞെട്ടി. എന്തേ? അയാൾ എന്നെ നോക്കി ചിരിച്ചു. ഇതെൻ്റെ അവസാനത്തെ കത്താണ്. അത് പറഞ്ഞതോടെ വരാന്തയിലെ ലൈറ്റ് പെട്ടെന്ന് തെളിഞ്ഞു. ഞാൻ കണ്ണടച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കസേര ശൂന്യം. അവിടെ ആരുമില്ല. പക്ഷേ കസേരയുടെ മുകളിൽ ഒരു പഴയ എൻവലപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത്
സജീവ് നന്ദി. ഞാനും ജയപ്രകാശനും ഒന്നും പറയാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഗേറ്റ് കടന്ന് ബൈക്കിൽ കയറി. പിന്നോട്ട് നോക്കിയില്ല. മെയിൻ റോഡ് എത്തിയ ശേഷമാണ് ജയപ്രകാശൻ സംസാരിച്ചത്. ഇനി ആ റൂട്ട് എടുക്കരുത്. ഞാൻ തല കുലുക്കി. അടുത്ത ദിവസം ഞാൻ സൂപ്പർവൈസറിനോട് റൂട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടു. അയാൾ അത് അംഗീകരിച്ചു. അതിനുശേഷം ഞാൻ ആ റൂട്ടിലേക്ക് പോയിട്ടില്ല. മാധവൻ നായരെയും പിന്നീട് കണ്ടിട്ടില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.